ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. മിൽക്ക് പൗഡർ വെച്ചിട്ട് എങ്ങനെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് 1 കപ്പ് മിൽക്ക് പൗഡർ ബൗളിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മാവ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യും. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഈ മാവ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കിനി പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മാവിടെ ആയിട്ടുണ്ട്. ഇത് ഒരുപാടിട്ട് കുഴയ്ക്കാൻ പാടില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ആവണം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചാണ് ഇത് കുഴച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ആ മാവ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം. പാത്രം ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ബോൾസ് ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. നമ്മളെല്ലാ ബോൾസും ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് 5 മിനിറ്റ് മാറ്റി വെക്കാം തണുക്കാൻ വേണ്ടിയിട്ട്. സിറപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 2 കപ്പ് വെള്ളവും പിന്നെ 2 ഏലക്ക, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പഞ്ചസാര വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരട്ടെ. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 2-3 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.